ഹായ് നമസ്കാരം പ്രിയപ്പെട്ടവരെ. മാസം 1.5 ലക്ഷം രൂപ ശമ്പളം. ഇസ്ലാമിനെ കുറിച്ചും മറ്റ് രാഷ്ട്രീയ പാർട്ടികളെ കുറിച്ചും തെണ്ടിത്തരവും തെമ്മാടിത്തരവും പറയാൻ വേണ്ടിയാണ് ഈ ശമ്പളം മുസ്സംഗിയായിട്ടുള്ള ഫസൽ കാരാട്ട് എന്ന് പറയുന്ന ആ പരമ നായിക്ക് BJP കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഈ ഇലക്ഷൻ അടുത്ത് നിൽക്കുന്നത് കൊണ്ട് തന്നെ ഒരുപാട് ആളുകളെ കൊണ്ട് PR വർക്ക് ചെയ്യിക്കുന്നുണ്ട്. നമ്മുടെ കേരളത്തിന്റെ ആദരണീയനായിട്ടുള്ള മുണ്ടും മടക്കി കുത്താനും അറിയാം, വേണ്ടി വന്നാൽ ഞാൻ മലയാളത്തിൽ പച്ചത്തെറിയും വിളിക്കുമെന്ന് പറഞ്ഞ് നടക്കുന്ന ആളുണ്ടല്ലോ. സത്യത്തിൽ കേരള രാഷ്ട്രീയത്തിൽ ഇതുപോലെ ഒരു പോങ്ങന ഈ കേരള ജനത ഇതുവരെ കണ്ടിട്ടില്ല എന്നുള്ളതാണ്. യോഗിയുടെ UP യിൽ നിന്നും അഘോര വനത്തിലെ ഒരു സന്യാസി തുണിയില്ലാതെയാണ് കേരളത്തിലെത്തിയത്. തുണി ഉണ്ടോ കോണകമാണോ എന്നതിനെ കുറിച്ചിട്ട് എനിക്കറിയില്ല. എന്താണേലും ആ സ്ഥലത്ത് ബ്ലർ ചെയ്ത് വെച്ചിട്ടുണ്ട്. കാരണം നമ്മുടെ കേരളത്തിന്റെ സംസ്കാരത്തിന് ചേർന്നിട്ടുള്ള ഒരു പരിപാടി അല്ലല്ലോ ഈ പറയുന്ന കണക്ക് തുണിയില്ലാതെ നടക്കുക എന്നുള്ളത്. ഇപ്പൊ ഇലക്ഷന്റെ പ്രചരണവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ സാധനത്തിന് UP നിന്ന് ഇങ്ങോട്ട് വണ്ടി കയറ്റി വിട്ടിരിക്കുന്നത്. പിന്നെ BJPയുടെ കരുത്തനായിട്ടുള്ള ആ സാരഥി ഘോര വനത്തിലെ ഈ സന്യാസിയെ സ്വീകരിക്കുന്ന ആ ഒരു വീഡിയോ കണ്ടപ്പോഴത്തേക്ക് സത്യം പറയാമല്ലോ ഉളുപ്പ് തോന്നിപ്പോയി. ഇത്രയും വിവരവും വിദ്യാഭ്യാസവും ഒക്കെ ഉണ്ടെന്നൊക്കെ ഇവനൊക്കെ പറയുന്നുണ്ടെങ്കിലും തലയ്ക്കകത്ത് ചാണകം കയറിപ്പോയി കഴിഞ്ഞാൽ പിന്നെ ഉള്ള തലച്ചോറും കൂടെ നഷ്ടപ്പെടും. തലച്ചോറിന്റെ ഭാഗത്ത് പിന്നെ ചാണകമായി പോയല്ലോ. ഈ മുസ്സംഗി കാരാട്ടം എന്ന് പറഞ്ഞൊരു വേട്ടാവളിയൻ ഇപ്പൊ ഇസ്രയേലിന്റെ പ്രധാനമന്ത്രിയായിട്ടുള്ള ബെഞ്ചമിൻ നെതന്യാഹു ഇവനൊരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. അതായത് ഇറാൻ ജനതയോട് ബെഞ്ചമിൻ നെതന്യാഹു പറയുന്ന ഒരു കാര്യം ഇവന് നേരിട്ട് ഇമെയിൽ സന്ദേശം അയച്ചിരിക്കുകയാണ്. അവൻ ചത്തു എന്നൊക്കെ നമ്മൾ ആദ്യം പറഞ്ഞു, പിന്നീട് ഇവൻ ചത്തില്ല എന്ന് പറഞ്ഞു. പക്ഷേ ലോക പോലീസ് ചമഞ്ഞു നടന്ന ഇവൻ ഭീരുവാണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും മനസ്സിലായി. യുദ്ധം തുടങ്ങി വെച്ചിട്ട് ഏതോ ബങ്കറിൽ ഏതോ രാജ്യത്ത് പോയി ഒളിച്ചു കുത്തിയിരുന്നിട്ട് ഇവന്റെ പല വീഡിയോകളൊക്കെ നമ്മൾ കണ്ട് ഞാൻ ജീവിച്ചിരിപ്പുണ്ട് എന്ന് അറിയിക്കാൻ വേണ്ടി എന്തൊക്കെ കോമാളിത്തരമാണ് സോഷ്യൽ മീഡിയയിൽ കിടന്നുകൊണ്ട് കാണിച്ചു കൂട്ടിയത്. എന്തായാലും ഈ കാരാട്ട് എന്ന് പറയുന്ന ഈ വേട്ടാവളിയുടെ കൊരയ്ക്കൽ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഒന്ന് കേട്ടോളൂ. ഇതിന് കൃത്യമായുള്ള മറുപടി അവൻ്റെ അണ്ണാക്കി തന്നെ അടിച്ചു കൊടുത്തോളൂ. ഇസ്രായേലി പ്രധാനമന്ത്രി ലേറ്റസ്റ്റ് ആയിട്ട് ഇറാനിയൻ ജനതയോട് നടത്തിയിട്ടുള്ള ഒരു പ്രസംഗത്തിന്റെ പരിഭാഷ ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം. നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത് അദ്ദേഹത്തിന്റെ ഇൻസ്റ്റഗ്രാമില് ലേറ്റസ്റ്റ് ആയിട്ട് പോസ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. ഞാൻ അതിന്റെ പരിഭാഷ ഒന്ന് വായിച്ചു കേൾപ്പിക്കാം. ഇറാനിയൻ ജനതയോട് ഇസ്രായേലി പ്രധാനമന്ത്രിയാണ് കേട്ടോ ഈ പ്രസംഗം നടത്തുന്നത്. ഇറാനിയൻ ജനതയോട് ഞാൻ പറയുന്നു, ദശകങ്ങളായി ഞാൻ നിങ്ങളോടും നിങ്ങൾക്ക് വേണ്ടിയും സംസാരിക്കുന്നു. സത്യത്തിന്റെ നിമിഷം വരുന്നു. ഞങ്ങൾ ഇറാനെ മോചിപ്പിക്കാൻ ശ്രമിക്കുന്നു. ഇറാനെ സ്വേച്ഛാധിപത്യത്തിന്റെ നുഖത്തിൽ നിന്ന് മോചിപ്പിക്കാനും അതിനൊപ്പം സമാധാനത്തോടെ ജീവിക്കാനും. എന്നിരുന്നാലും ആത്യന്തികമായി ഈ വിമോചനം നിങ്ങളെ ആശ്രയിച്ചിരിക്കും. ഇത്രയും സഹിച്ച ധീരരായ ഇറാനിയൻ ജനതയും ഇസ്രായേലും ധീരരായ സുഹൃത്തുക്കളായി മടങ്ങി വരുന്ന ദിവസം വിദൂരമല്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പടിഞ്ഞാറൻ തലസ്ഥാനങ്ങളിൽ പതാകകൾ ഒരുമിച്ച് ആടുന്നത് കാണുന്നവർ സിംഹത്തിന്റെയും സൂര്യന്റെയും ഇറാനിയൻ പതാക, ഇസ്രായേൽ നക്ഷത്ര പതാക, ഇറാനിയൻ പ്രവാസികളും ജൂതന്മാരും തമ്മിലുള്ള നൃത്തവും ഊഷ്മളമായ ആലിംഗനങ്ങളും കാണുന്നവർ ആഴത്തിൽ വികാരഭരിതരാകുന്നു. അത് ഭാവിയെക്കുറിച്ച് വലിയ പ്രതീക്ഷ നൽകുന്നു. നമ്മുടെ വിജയം ലോകമെമ്പാടും ആണവ ഭീഷണി നീക്കം ചെയ്യുക മാത്രമല്ല, ഇസ്രായേലിനും ഇറാനിനും ഇടയിൽ സമാധാനം മാത്രമല്ല, നമുക്ക് ചുറ്റും സമാധാന വലയത്തിന്റെ വികാസവും കൊണ്ടുവരും. ഇസ്രായേൽ ചായ്. ഒന്നൊന്നര പ്രസംഗമാണ് ഇദ്ദേഹം നടത്തിയിട്ടുള്ളത്. ഇത് ഇറാനിയൻ ജനതയോട് നടത്തിയതാ. ഇറാനിയൻ ജനതയോട് പറയാ, അവരുടെ സമാധാനത്തിന് വേണ്ടിയാണ് ഞങ്ങൾ ഈ ശ്രമങ്ങളൊക്കെ തന്നെ നടത്തുന്നത്. നിങ്ങളാണ് സ്വാതന്ത്ര്യത്തിലേക്ക് വരാൻ പോകുന്നത്. ഇവിടെ ഇറാനെ അനുകൂലിക്കുന്ന സകല ജിഹാദികളോടും ബോധമുള്ള വിവേകമുള്ള ഓരോ മലയാളിയും നിരന്തരം ചോദിക്കേണ്ടതാണ്, ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇറാനിയൻ ജനതയോട് ഇത്തരത്തിൽ നടത്തുന്ന പ്രസംഗം, ഇത് ആദ്യമായിട്ടല്ല, ഇത്തരം നിരവധി പ്രസംഗങ്ങൾ ഇസ്രായേലി പ്രധാനമന്ത്രി ഇറാനിയൻ ജനതയോട് നടത്തിയിട്ടുണ്ട്. ഇതുപോലെ ഏതെങ്കിലും ഒരെണ്ണമെങ്കിലും ജിഹാദികളുടെ തന്തയായിട്ടുള്ള അലി ഖൊമൈനി എന്തെങ്കിലും ഒന്ന് പ്രസംഗിച്ചിട്ടുണ്ടോ എന്ന് വിവേകമുള്ള ഓരോ മലയാളിയും കേരളത്തിലെ ഓരോ ഖൊമൈനി അനുകൂല ജിഹാദികളോടും നിരന്തരം ചോദിച്ചുകൊണ്ടിരിക്കണം. ഈ ഖൊമൈനി ജീവിതകാലം മുഴുവൻ ഉയർത്തിപ്പിടിച്ചത് ഒരൊറ്റ മുദ്രാവാക്യ: അമേരിക്കയുടെ മരണം, ഇസ്രായേലിന്റെ മരണം, ഇസ്രായേലിനെ തുടച്ചു നീക്കുക, ഇസ്രായേലിനെ അവസാനിപ്പിക്കുക, ഇസ്രായേലിനെ ഇല്ലാതാക്കുക. അതിൽ സാധാരണക്കാരൊന്നുമില്ല, സകലത്തും തുടച്ചു നീക്കുക എന്നുള്ളത് മാത്രമാണ് അലി ഖൊമൈനി എന്ന മതഭ്രാന്തൻ ജീവിതകാലം മൊത്തമായിട്ടും ഉയർത്തിപ്പിടിച്ചത്. ഈ പറയുന്ന ഖൊമൈനി എന്തൊക്കെ വാ തുറന്നിട്ടുണ്ടോ അന്നൊക്കെ തന്നെ ഇസ്രായേലിനെ തുടച്ചിക്കൽ, അല്ലാതെ ഒരിക്കലും ഇസ്രായേലിന്റെ ഭരണാധികാരികൾക്കെതിരല്ല, ഇസ്രായേൽ എന്ന രാജ്യം തുടച്ചിക്ക. അതിലൊക്കെ അത് കേട്ടിട്ട് പോലും ഇവിടെ ആളുകൾ ഖൊമൈനിയെ പിന്തുണക്കുന്നുണ്ടെങ്കിൽ
ആ പിന്തുണയ്ക്കുന്ന ആളുകൾ ഇന്നല്ലെങ്കിൽ നാളെ മതഭ്രാന്തമൂത്ത് നമ്മുടെ രാജ്യത്തിനെതിരെയും രംഗത്തിറങ്ങില്ലേ? ഓരോ മലയാളിയും നിരന്തരം ചിന്തിക്കേണ്ടതാ. ഈ പറയുന്ന കേരളത്തിലെ ജിഹാദികൾ അനുകൂലിക്കുന്നവര് മനുഷ്യനൊരു വിലയില്ല, മതഭ്രാന്തിന് മാത്രമേ വിലയുള്ളൂ. ഈ ഇസ്രായേലി പ്രധാനമന്ത്രി എത്ര അന്തസ്സോട് കൂടിയ ഇസ്രായേലിനെ പിന്തുണക്കുന്ന വിവേകമുള്ള ഓരോ മനുഷ്യരും ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ ഓരോ പ്രസംഗവും ഇസ്രായേലിനെ പിന്തുണക്കുന്ന ഓരോ മനുഷ്യരും അഭിമാനം. അദ്ദേഹം പലസ്തീനെ കുറിച്ച് പ്രസംഗിക്കുന്ന സമയത്ത് പലസ്തീൻ ജനതയ്ക്ക് ഒരിക്കലും ഞങ്ങൾ എതിരല്ല, ഹമാസ് എന്ന ഭീകരവാദ സംഘടന തീർന്നാലേ പലസ്തീനിൽ സമാധാനം ഉണ്ടാവൂ എന്ന നിരന്തരം ബെഞ്ചമിൻ നെതന്യാഹു ഉയർത്താറുള്ളത്. ഇറാനോടും ഇറാന്റെ മതഭ്രാന്തന്മാരുടെ ഭരണകൂടം എന്ന് അവസാനിക്കുന്നോ അന്ന് മാത്രമേ ഇറാനിയൻ ജനത സ്വാതന്ത്ര്യം നേടൂ എന്ന് ഉയർത്തിപ്പിടിക്കുന്നത്. ഇസ്രായേൽ എത്ര അന്തസ്സോട് കൂടിയിട്ടാണ് കാര്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നത്. ഗൾഫ് രാജ്യങ്ങളുടെ സമാധാനം ഇസ്രായേൽ ഉയർത്തിപ്പിടിക്കുന്നില്ലേ? UAE, സൗദി അറേബ്യ, ബഹ്റൈൻ ഇത്തരം ഗൾഫ് രാജ്യങ്ങളുടെ, ഈ മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളുടെ സുരക്ഷ ഇസ്രായേൽ ഉയർത്തിപ്പിടിക്കുന്നുണ്ട്. എന്തിനേറെ പറയുന്നു, ഈ ഇസ്രായേലില് 20 ലക്ഷത്തോളം മുസ്ലിങ്ങൾ സമാധാനത്തിൽ, സന്തോഷത്തിൽ, സുരക്ഷയിൽ മുന്നോട്ട് പോകുന്നില്ലേ? 20 ലക്ഷത്തോളം, അതായത് ഇസ്രായേലിന്റെ 20% ജനങ്ങള് മുസ്ലിങ്ങളാ. അവരവിടെ സമാധാനത്തിൽ മുന്നോട്ട് പോകുന്നുണ്ട്. ഇതൊക്കെ അറിഞ്ഞിട്ടും കേരളത്തിലെ ജിഹാദികൾ ഖമേനിയെ മാത്രം പിന്തുണക്കുന്നുണ്ടെങ്കിൽ ഒരു തർക്കവും ആർക്കും തന്നെ വേണ്ട. ഇന്നല്ലെങ്കിൽ നാളെ ഇറാന്റെ മതഭ്രാന്തന്മാരായിട്ടുള്ള ഭരണകൂടത്തെ നമ്മുടെ കേരളത്തിൽ നിന്ന് ആര് അനുകൂലിക്കുന്നോ അവർക്ക് ഇന്നല്ലെങ്കിൽ നാളെ നമ്മുടെ രാജ്യത്തിനെതിരെ മതഭ്രാന്ത് ഉയർത്തിപ്പിടിച്ച് രംഗത്തിറങ്ങും എന്നുള്ളതിലൊന്നും ഒരു തർക്കവും ആർക്കും തന്നെ വേണ്ട. ഇനി മറ്റൊന്ന്, ഇറാന്റെ മതഭ്രാന്തന്മാരുടെ ഭരണാധികാരികൾ, ഇറാന്റെ മതഭ്രാന്തന്മാരായിട്ടുള്ള ആളുകൾ ഇറാനിയൻ ജനതയുടെ സുരക്ഷ ഒരു സമയത്ത് നോക്കുന്നില്ല, മാളത്തിൽ ഒളിച്ചിരിക്കുക. അതേസമയം എക്സില് ഈ ഇസ്രായേലി പ്രധാനമന്ത്രി ലേറ്റസ്റ്റ് ആയിട്ട് മറ്റൊരു പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഞാനതൊന്ന് വായിച്ചു കേൾപ്പിക്കാം. ഇന്നലെ ഞാൻ ആരോഗ്യമന്ത്രി ഹൈം കാറ്റ്സിനൊപ്പം ദേശീയ ആരോഗ്യ കമ്മീഷൻ സന്ദർശിച്ചു. ക്യാമ്പയിനിടെ ആരോഗ്യ സംവിധാനത്തിന്റെ ശ്രദ്ധേയമായ പ്രവർത്തനങ്ങളെ കുറിച്ച് ഒരു അവലോകനം ലഭിച്ചു. അടിയന്തര ഘട്ടങ്ങളിൽ ഇസ്രായേൽ പൗരന്മാർക്ക് വൈദ്യസഹായം, പ്രവർത്തനപരമായ തുടർച്ച, പ്രതികരണം എന്നിവ ഉറപ്പാക്കാൻ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന സമർപ്പിതരായ ആളുകളെ ഞാൻ കണ്ടുമുട്ടി. ഡോക്ടർമാർ, നഴ്സുമാർ, മെഡിക്കൽ ടീമുകൾ, മാനസികാരോഗ്യ MDA, രക്ഷാ സേനകള്, ഇസ്രായേൽ പൗരന്മാർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന എല്ലാവരുടെയും കൈകൾ ശക്തിപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതായത് ഇസ്രായേൽ ഇന്ന് നിലവില് ഇറാനെ ലക്ഷ്യം വെച്ച് വലിയ ആക്രമണങ്ങൾ നടത്തുമ്പോഴും ഇസ്രായേലി പ്രധാനമന്ത്രി ഇസ്രായേലി ജനതയുടെ ഓരോ നിമിഷവും ഇസ്രായേലി ജനതയ്ക്ക് വേണ്ടിയിട്ടും ഇടപെടലുകൾ നടത്തുന്നുണ്ട്. ലോകത്ത് എത്രത്തോളം അന്താരാഷ്ട്ര ജിഹാദിക്ക് ഉണ്ടായിട്ടുള്ള ഈ ഒരു വേട്ടാവളിയം പറഞ്ഞ നിങ്ങൾ കേട്ടില്ലേ? ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തെ സ്വതന്ത്രമാക്കാൻ വേണ്ടി നെതന്യാഹു മാമൻ വർഷങ്ങളായിട്ട് പണിയെടുത്തുകൊണ്ടിരിക്കുകയാണെന്നാണ് പറഞ്ഞത്. അതായത് ഇറാനിലെ ജനങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്നത് ഭയങ്കര ദുരിതമാണ്. കാരണം അവിടുത്തെ ഭരണകൂടം അത് ഇല്ലാതാകണം. കാരണം ഈ ഇറാൻ യുദ്ധം തുടങ്ങിയ 2ാമത്തെ ദിവസമാണെന്ന് തോന്നുന്നു. പെൺമക്കൾ മാത്രം പഠിക്കുന്ന ഒരു സ്കൂളിലേക്ക് ഈ നരാധമന്മാരായിട്ടുള്ള പിശാചിന്റെ സന്തതികൾ ബോംബിട്ട് 178 പെൺകുട്ടികളെയാണ് കൊന്നത്. ഇത് ഞങ്ങളല്ല ചെയ്തത്, ഇറാൻ ഭരണകൂടമാണ് ഇത് ചെയ്തത്. അവർ മറ്റു രാജ്യങ്ങളുടെ പ്രീതി പറ്റാൻ വേണ്ടിയാണ് ചെയ്തതെന്ന് പറഞ്ഞത്. പിന്നീട് വന്നിട്ടുള്ള വാർത്തകളൊക്കെ ഞെട്ടിക്കുന്ന വാർത്തകൾ തന്നെയായിരുന്നു. മനഃപൂർവ്വം ചെയ്തിട്ടുള്ളതാണ് എന്ന് സമ്മതിക്കേണ്ടി വന്നു. ഇപ്പം അമേരിക്കയും ഇസ്രയേലും ഒരു മധ്യസ്ഥയ്ക്ക് വേണ്ടി പല രാജ്യങ്ങളിലും കയറി ഇറങ്ങി നടന്നുകൊണ്ടിരിക്കുക. കാരണം 2 ദിവസം കൊണ്ട് 48 മണിക്കൂർ കൊണ്ട് ഇറാനെ ഞങ്ങളങ്ങ് ചാമ്പലാക്കി കളയെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ലോക പോലീസ് ചമയുന്ന ഈ പിശാചിന്റെ സന്തതികൾ രംഗത്തേക്ക് വന്നത്. മാസം 1 ആകുന്നു യുദ്ധം തുടങ്ങിയിട്ട്. വൻ നാശനഷ്ടങ്ങളാണ് ഇസ്രയേലിനുണ്ടായിരിക്കുന്നത്. ഇത്രയും കാലം യുദ്ധം ചെയ്തതിൽ ഏറ്റവും കൂടുതൽ പ്രഹരമേറ്റത് ഇപ്രാവശ്യമാണെന്നുള്ളത് സമ്മതിക്കുന്ന തരത്തിലുള്ള എത്രയോ വാർത്തകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇസ്രയേലിനെയൊക്കെ ഇങ്ങനെ കഴുകി വെളുപ്പിച്ച് അവൻ്റെ ആസനം താങ്ങി നടക്കുന്ന ഇവനെ പോലുള്ള ഞരമ്പ് മുറുകി ചാകാനായിട്ട് പോകുന്ന ഈ വേട്ടപ്പട്ടി ഇവിടുത്തെ സംഘപരിവാറിൻ്റെയും ക്രിസംഖിയുടെയും ഉച്ചിഷ്ടം തിന്ന് ജീവിക്കുന്നവനാണ്. ഇവൻ നാഴികയ്ക്ക് 40 വട്ടം ഇസ്ലാമിനെ കുറിച്ചിട്ടും ഇസ്ലാമിക രാജ്യങ്ങളെ കുറിച്ചിട്ടും ഇവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന പാർട്ടിയെ കുറിച്ചിട്ടും പ്രതിപക്ഷ പാർട്ടിയെ കുറിച്ചിട്ടൊക്കെ തെണ്ടിത്തരവും തെമ്മാടിത്തരവും ഇങ്ങനെ ഇരുന്നുണ്ടങ്ങ് കുരച്ചോളും. ഇവന് മാസാമാസം സെപ്റ്റി ടാങ്കിൽ നിന്ന് കോരിക്കൊടുക്കുന്ന അമേദ്യം ഇവൻ്റെ അണ്ണാക്കിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഗോമൂത്രവും കുടിച്ച് ഇവൻ്റെ കണ്ണ് മുഴുവൻ തള്ളി വെളിയിലേക്ക് വരികയാണ്. ഇവനും ഒരു ജിഹാദിക്ക് ഉണ്ടായിട്ടുള്ള സന്തതി തന്നെയാണ് എന്നതിൽ ആർക്കെങ്കിലും സംശയമുണ്ടോ? ഇല്ല. അപ്പം ജിഹാദികൾ മൊത്തത്തിൽ അല്ലെങ്കിൽ മുസ്ലിങ്ങൾ മൊത്തത്തിൽ ജിഹാദികളാണെന്ന് പറയുമ്പോൾ മാനാഭിമാനവും ഉളുപ്പവും ഉണ്ടെന്നുണ്ടെങ്കിൽ നീ ആ പേരൊക്കെ അങ്ങോട്ട് മാറ്റിയിട്ട് വേറെ ഏതെങ്കിലും ഒരു പേരൊന്ന് സ്വീകരിച്ച് നോക്കിക്കേ. ഈ പറയപ്പെടുന്ന ഇൻകം ഉണ്ടല്ലോ, ഇവർ തരുന്ന അമേദ്യം അതങ്ങ് നിൽക്കും, അതങ്ങ് നിന്നു പോകും. കാരണം നീ മുസ്ലിം നാമധാരിയായിട്ട് ഇരുന്നുകൊണ്ട് വേണം
ഇതിനെക്കുറിച്ചിട്ടൊക്കെ സംസാരിക്കാൻ, എങ്കിലേ അവർ നിന്റെ അണ്ണാക്കിലേക്ക് അത് തള്ളി തരത്തുള്ളൂ. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇതിനൊക്കെയുള്ള കൃത്യമായിട്ടുള്ള മറുപടി കൊടുക്കേണ്ടതിൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരായിട്ടുള്ള നിങ്ങൾ തന്നെയാണ്. അത് കൃത്യമായിട്ട് കൊടുക്കുക. നമുക്ക് അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം. അതൊരിക്കലും എല്ലാവർക്കും ബൈ.